മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ആകെ വേണ്ടത് 400 വീട്, 300 എണ്ണവും നിർമ്മിക്കുന്നത് UDF. പ്രതിപക്ഷ നേതാവ് VD സതീശന്റേതാണ് ഈ കണക്ക്. സർക്കാർ വിഭാവനം ചെയ്ത ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടമായി മാത്രം 300 വീടുകൾ അടുത്ത മാസത്തോടെ കൈമാറാനിരിക്കെയാണ് ആകെ മൊത്തം ആളുകളെ കൺഫ്യൂഷനാക്കും വിധം പ്രതിപക്ഷ നേതാവ് പുതിയ കണക്കുമായി എത്തിയത്. കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ടും ഒരു വീടിന് പോലും സ്ഥലം ഏറ്റെടുക്കാത്ത കോൺഗ്രസ് നേതൃത്വം വിമർശനം നേരിടുമ്പോഴാണ് കണക്കെല്ലാം ക്ലിയർ ആണെന്ന് VD സതീശൻ പറയുന്നത്. സർക്കാരിന്റെ അക്കൗണ്ടിലെ പണം എന്ത് ചെയ്തു എന്ന ചോദ്യം കൂടി ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ കണക്ക് ക്ലിയർ ആണോ? പരിശോധിക്കാം. ആദ്യം RDX ആപ്പിലേക്ക്. KPCC നേതൃക്യാമ്പ് ലക്ഷ്യ 2026 പേരിൽ കോൺഗ്രസ് വയനാട്ടിൽ ദൂർത്തടിച്ചത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി പിരിച്ച ഫണ്ടാണെന്ന ആരോപണം 2 ദിവസമായി ഇടത് കേന്ദ്രങ്ങൾ ശക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി VD സതീശൻ എത്തിയത്. വയനാട് പുനരധിവാസത്തിന് വേണ്ട 400 വീടുകളിൽ 300 എണ്ണവും കോൺഗ്രസോ UDFോ തന്നെയാണ് ഒരുക്കുന്നതെന്നാണ് സതീശൻ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കർണാടക സർക്കാർ അനുവദിച്ച 100 വീടുകൾക്കുള്ള തുക, KPCCയുടെ 100 വീട്, മുസ്ലിം ലീഗിന്റെ 100 വീട് എന്നിങ്ങനെയാണ് സതീശന്റെ കണക്ക്. മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണം മാത്രമാണ് പുരോഗമിക്കുന്നത് എന്നിരിക്കെയാണ് സതീശന്റെ പുനരധിവാസ കണക്കുകൾ കൂടുതൽ ചർച്ചയാകുന്നത്. വയനാട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന ഡിസംബർ 11 തലേദിവസം T. സിദ്ദീഖ് MLA ദുരന്തബാധിതർക്കായുള്ള ഭവന പദ്ധതിയുടെ തറക്കല്ലിടൽ കോൺഗ്രസ് സ്ഥാപിത ദിനമായ ഡിസംബർ 28 നടക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഡിസംബർ 28 ഒരു നടപടിയും ഉണ്ടായില്ല. ഇതിനു പിന്നാലെ T. സിദ്ദീഖിനും കോൺഗ്രസിനുമെതിരെ വ്യാപക വിമർശനവും വഞ്ചന ആരോപണവും ഉയർന്നിരുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കണക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. പുനരധിവാസത്തിനാവശ്യമായ 400 വീടുകളിൽ 300 എണ്ണവും കോൺഗ്രസും UDFുമായി ബന്ധപ്പെട്ടാണ് ഒരുങ്ങുന്നത് എന്നാണ് സതീശൻ വിശദീകരിക്കുന്നത്. ആ 300 വീടുകളുടെ കണക്ക് ഇതാ ഇങ്ങനെയാണ്. ഒന്ന്, രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന്, ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പൊ എത്രയും 200 വീടായി, ആകെ 400 വീടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. സർക്കാർ ബാങ്കിൽ ഇട്ടിരിക്കുന്ന 742 കോടി രൂപ എന്ത് ചെയ്യുകയാണെന്നും സതീശൻ ഇന്ന് ചോദിച്ചു. അപ്പൊ സർക്കാർ ഈ ബാങ്കിൽ ഇട്ടിരിക്കുന്ന 742 കോടി രൂപ ഇപ്പോഴും ചികിത്സാ ചെലവ് കൊടുക്കുന്നില്ല, അവിടെ ഇപ്പോഴും റെന്റ് കൊടുക്കുന്നില്ല പലർക്കും. അപ്പൊ ആ കാശ് അവിടെ ഇട്ടിട്ട് സർക്കാർ എന്ത് ചെയ്യുക? അതാണ് ചോദ്യം. ഞങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 300 വീട് അവിടെ വരും. KPCC തന്ന പണം താൻ അടിച്ചുമാറ്റിയെന്ന ആരോപണം ഉന്നയിച്ച് CPIMന്റെ ഒരാൾ AKG സെന്ററിൽ ഇരുന്ന് ദിവസവും 10 കാർഡ് തനിക്കെതിരെ ഇറക്കുന്നുവെന്ന് നവമാധ്യമ മേധാവി MB നികേഷ് കുമാറിനെ പരോക്ഷമായി വിമർശിച്ച് VD സതീശൻ കുറ്റപ്പെടുത്തി. എല്ലാം കഴിയുമ്പോൾ അയാൾക്കെതിരെ ഒരു ഒറിജിനൽ കാർഡ് വരുന്നുണ്ട് എന്ന് പറഞ്ഞേക്കുമെന്നും VD സതീശൻ മുന്നറിയിപ്പ് നൽകി. അവിടെ ഇരുന്ന ഒരാൾ എല്ലാ ദിവസവും 10 കാർഡ് ഇറക്കണ്ടല്ലേ എനിക്കെതിരായിട്ട്? ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്നു 100 കോടി രൂപ, 137 ഇതുപോലത്തെ പ്രചരണം AKG സെന്ററിൽ ഇരുന്ന് നിങ്ങളൊരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അയാളുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും അറിയാലോ, ഞാൻ പറയുന്നതിന്റെ പേര്, എല്ലാ ദിവസവും 10 കാർഡ് ഇറക്കുക. എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ അയാളോട് പറഞ്ഞേക്ക് അയാൾക്കെതിരെ ഒരു കാർഡ് വന്നിടുന്നത് ഒറിജിനൽ. മറ്റ് വിശദാംശങ്ങളോട് നമുക്ക് പരിശോധിക്കാം. MB നികേഷ് കുമാർ ഇതിന് മറുപടി കൊടുത്തത് പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക്. സതീശന്റെ ഭീഷണി കലർന്ന പരാമർശത്തോട് തിരിച്ചടിച്ചത് MB നികേഷ് കുമാർ എങ്ങനെയാണ്? പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്ന ഡയലോഗ് പ്രയോഗിച്ച അദ്ദേഹം, സതീശന്റെ തന്നെ ഡയലോഗാണത്, അത് ഫേസ്ബുക്കിൽ എഴുതുകയായിരുന്നു MB നികേഷ് കുമാർ. കണക്കിലെ പൊരുത്തക്കേട് ഇങ്ങനെയാണ്. രാഹുൽ ഗാന്ധി മാത്രം 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു ആദ്യ വാഗ്ദാനം കോൺഗ്രസിന്റേതായിട്ട് വന്നിരുന്നത്. കർണാടക സർക്കാർ 100 വീട് നിർമ്മിച്ചു നൽകുമെന്ന് ആദ്യ ഘട്ടത്തിൽ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് 200 വീടുകൾ. ഇപ്പോൾ വിശദീകരിക്കുന്നത് രാഹുൽ ഇടപെട്ട് കർണാടക സർക്കാരിനെ ഏൽപ്പിച്ച 100 വീടുകൾ എന്താണ്. KPCC വയനാട് പുനരധിവാസത്തിലേക്ക് വാഗ്ദാനം ചെയ്തത് 100 വീടുകളാണ്. KPCC 30 വീട് നൽകുമെന്ന് ആദ്യം യൂത്ത് കോൺഗ്രസ് പറഞ്ഞു. ഇത് KPCCയുടെ ലിസ്റ്റിൽപ്പെടുമെന്ന് പിന്നീട് പറഞ്ഞു. കോൺഗ്രസ് സ്ഥാപക ദിനം ഡിസംബർ 28 വീട് നിർമ്മാണം തുടങ്ങുമെന്ന് KPCC ഒരു ഘട്ടത്തിൽ അറിയിച്ചിരുന്നു. എന്നാൽ ഭൂമി പോലും കണ്ടെത്താതെയുള്ള വെറും വാഗ്ദാനം വലിയ വിമർശനങ്ങൾക്ക് ആ ഘട്ടത്തിൽ തന്നെ വഴിവെച്ചിരുന്നു. കട്ട് ഓഫ് ഡേറ്റ് വെച്ചല്ല വീട് നിർമ്മാണമെന്ന് നേതൃത്വം പിന്നീട് പറഞ്ഞു. ലീഗ് പ്രഖ്യാപിച്ച വീടുകളുടെ കാര്യം പുരോഗമിക്കുകയാണെന്നും പറഞ്ഞു. പുനരധിവാസ പദ്ധതിയുടെ 1ാം ഘട്ടം ഫെബ്രുവരിയിൽ പൂർത്തിയാകുമെന്നാണ് മുഖ്യമന്ത്രി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ടൗൺഷിപ്പിന്റെ കാര്യം പറഞ്ഞത്. ആകെ 410 വീടുകളും അനുബന്ധ സൗകര്യങ്ങളുമാണ് ഈ ടൗൺഷിപ്പിൽ ഒരുങ്ങുന്നത്. സർക്കാർ നിർമ്മിക്കുന്ന ആദ്യഘട്ടം 300 വീടുകളാണ്. ഇതിനകം
237 വീടുകളുടെ വാർപ്പ് പൂർത്തിയായിട്ടുണ്ട് എന്നത് നമ്മൾ കണ്ടിരുന്നു. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കും വിധമുള്ള ടൗൺഷിപ്പാണ് വിഭാവനം ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ. പുനരധിവാസ പദ്ധതികൾക്കായി കർണാടക സർക്കാർ കൈമാറിയത് 10 കോടി രൂപയാണ് എന്നതാണ് നമ്മൾ അറിയുന്നത്. 10 കോടിയുടെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയാൽ ബാക്കി 10 കോടി രൂപ കൂടി നൽകുമെന്നാണ് കർണാടക സർക്കാരിന്റെ വാഗ്ദാനമായിട്ടുള്ളത്. ഇതാണ് അതിന്റെ കാര്യം. ഹർഷ, ഇത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കണക്കുകൾ ഇങ്ങനെ പറഞ്ഞ ആളുകൾ കൺഫ്യൂസ്ഡ് ആവും. ഇങ്ങനെ ആകപ്പാടെ പറഞ്ഞ് ഇങ്ങനെ ആളുകളെ അങ്ങോട്ട് തെറ്റിച്ചാൽ ഇത് ആരെങ്കിലുമൊക്കെ വസ്തുത എങ്ങനെയാണ് കേട്ടോ, ഇവർ നേരത്തെ എങ്ങനെയാണ് പറഞ്ഞിരുന്നത് കേട്ടോ എന്നിങ്ങനെ എഴുതി കാണിച്ചാലൊക്കെ ആളുകളുടെ ഉള്ളിലേക്ക് പോകൂ. കുറേ കഴിഞ്ഞിങ്ങനെ പറഞ്ഞങ്ങ് പരത്തിയാൽ സതീശൻ ഒന്ന് പറയുന്നു, മറ്റു നേതാക്കൾ മറ്റൊന്ന് പറയുന്നു, 100 അവിടെയാണ്, 100 ഇവിടെയാണ്, 200 അവിടെയാണ്, 300 ഇവിടെയാണെന്ന് പറഞ്ഞ ആളുകൾ കൺഫ്യൂഷൻ ആവുകയും 50 വീട് കൊടുത്തിട്ട് അത് ഉദ്ഘാടനം ചെയ്താൽ തന്നെയും ഇവർ കൊള്ളാമല്ലോ എന്ന് നാട്ടുകാർ പറയുന്ന സ്ഥിതി എത്തുകയും ചെയ്യും. എന്താണ് ശരിക്കും ഇതിൻ്റെ വസ്തുത? സനീഷ്, ഇതിനകത്തെ തുടക്കം മുതൽ നമ്മൾ ആലോചിക്കണം. കേരളത്തിന്റെ ഒരു പൊതു സാഹചര്യം എങ്ങനെയാണ്? ഒരു ദുരന്തത്തെ നേരിടാൻ കേരളം ഒറ്റക്കെട്ടായി ഇറങ്ങുകയാണ് എല്ലായ്പ്പോഴും ചെയ്യാറ്. ഇപ്പോൾ കോവിഡ് വന്നപ്പോഴായാലും നിപ്പ വന്നപ്പോഴായാലും അതല്ലാതെ മറ്റു പല ദുരന്തങ്ങൾ വരുമ്പോഴുമൊക്കെ ഒറ്റക്കെട്ടായി ആ ദുരന്തത്തെ നേരിട്ട് ആണ് നമ്മൾ ലോകത്തിന് മാതൃകയായിട്ടുള്ളത്. അതിന് വലിയ സഹായവും വരാറുണ്ട്. കാരണം കേരളത്തിന്റെ ഒരു പൊതു രീതി ഇതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലൊരു ദുരന്തം ഉണ്ടായാൽ അതിൽ പലരും സഹായിക്കാൻ ഇവിടേക്ക് എത്താറുമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ പക്ഷേ വ്യത്യസ്തമായിരുന്നു സാഹചര്യം. കാരണം CMDRFിലേക്ക് സഹായം വന്നു എന്നുള്ളത് വാസ്തവമാണ്. എങ്കിൽ കൂടി രാഷ്ട്രീയമായി വളരെ ചൂടുപിടിച്ച ഒരു അവസ്ഥയിലാണ് ദുരന്തം ഉണ്ടാകുന്നത്. കാരണം തൊട്ട് പിന്നാലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്രെഡിറ്റും സർക്കാരിന് പോകരുത് എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആ മട്ടിൽ പ്രവർത്തിച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത്തരം അവസരങ്ങളെ അങ്ങനെ വല്ലാത്ത രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു ചരിത്രമൊന്നും കേരളത്തിൽ ഇല്ല. പക്ഷേ ഞെട്ടിച്ചുകൊണ്ട് ഒരു നിലപാട് അന്നത്തെ KPCC പ്രസിഡന്റ് സ്വീകരിക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് ശക്തമായി പറഞ്ഞത് CMDRFിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും ഫണ്ട് കൊടുക്കരുത് എന്നാണ്. മാത്രമല്ല CMDRFിലേക്ക് ഫണ്ട് കൊടുത്ത രമേശ് ചെന്നിത്തലയെ രൂക്ഷമായി വിമർശിക്കുകയാണ് KPCC പ്രസിഡന്റ് എന്ന് ചെയ്തത്. അത് മാത്രമല്ല, അതിനെ വിമർശിക്കുകയും ഈ പറഞ്ഞ പോലെ MLAമാർ അവരുടെ പൈസയൊക്കെ ഈ കോൺഗ്രസിന്റെ ഫണ്ടിലേക്ക് കൊടുക്കുകയും ചെയ്യണം എന്നാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തല കൊടുത്ത പൈസ അവിടെ വീടായി മാറുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ കോൺഗ്രസിന് കൊടുത്ത പൈസയ്ക്ക് ഇപ്പോഴും അനക്കമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, അതിനുശേഷം ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ടീമായി നിന്നുകൊണ്ട് തന്നെ CMDRFിനെതിരെ വലിയ പ്രചാരണം നടത്തി. ഒരു തരത്തിലും ആ രീതിയിലല്ല. ഇവിടെ ഇപ്പോൾ വീടുകൾ യൂത്ത് കോൺഗ്രസിന്റെ സ്വന്തം നിലയ്ക്ക് നിർമ്മിക്കാൻ പോവുകയാണ്. കോൺഗ്രസിന്റെ സ്വന്തം നിലയ്ക്ക് നിർമ്മിക്കുന്നു, ലീഗിന്റെ സ്വന്തം നിലയ്ക്കും വീട് നിർമ്മിക്കുന്നു എന്നുള്ളതാണ് അവർ പ്രഖ്യാപിച്ചത്. ഇത് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സാഹചര്യം വേറൊന്നും കൂടിയുണ്ട്. യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപിച്ചതാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പരിഹസിക്കപ്പെട്ട ഒരു സംഗതി. അതിന് കാരണം എന്താണ്? DYFI 25 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. 25 വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പ്രഖ്യാപിച്ച തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് 30 വീട് നിർമ്മിച്ചു കൊടുക്കും എന്നുള്ളത് പ്രഖ്യാപിക്കുകയാണ്. ഷാഫി മാങ്കൂട്ടത്തിലും കൂടെ 30 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ തന്നെ ആളുകളൊന്നും അങ്കലാപ്പിലാവുന്നുണ്ട്. ഇതൊക്കെ നടക്കാനാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അന്ന്. പക്ഷേ എന്നാലും വളരെ ആത്മാർത്ഥതയോടെ പ്രഖ്യാപിച്ചതാണെങ്കിൽ നടക്കട്ടെ എന്ന മട്ടിൽ തന്നെയാണ് അത് എല്ലാവരും വിട്ടുകൊടുത്തത്. അതിനുശേഷം മുഖ്യമന്ത്രി 2004 ഓഗസ്റ്റിൽ ഒരു യോഗം വിളിച്ചു ചേർക്കുകയാണ്. ഈ വീട് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ച മുഴുവൻ പേരെയും കൂട്ടിക്കൊണ്ട് 50 വീടുകൾക്ക് മേൽ 50 വീടുകൾക്ക് മുകളിൽ സംഭാവന ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ എല്ലാ സംഘടനകളെയും വിളിച്ചു ചേർത്തുകൊണ്ടൊരു യോഗം നടത്തി. അവിടെയും ഈ പറയുന്ന 25 വീടാണെന്ന് DYFI പറഞ്ഞതെങ്കിലും DYFI അടക്കം ആ യോഗത്തിൽ വിളിച്ചു ചേർത്തു. കാരണം വീടുകൾ അതിന് സംഭാവന കൂടുതൽ അവരുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ അവർ കണ്ടെത്തുന്ന തുക വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് കൂടുതൽ ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ യോഗം വിളിച്ചു ചേർക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അടക്കം പങ്കെടുക്കുന്ന വിപുലമായ യോഗം വിളിച്ചു ചേർത്തതിൽ ആ യോഗത്തിലാണ് മുഖ്യമന്ത്രി പൊതുവെ സംഘടനകളെ നിരാശരാക്കുന്ന തരത്തിലൊരു പ്രഖ്യാപനം കൂടി നടത്തി. അത് വേറൊന്നുമല്ല, ഒരു 30 ലക്ഷം രൂപയൊക്കെ ചെലവാകും ഒരു വീടിന് എന്ന്. എല്ലാവരും വിചാരിച്ചിരുന്നത് 4 ലക്ഷം 5 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പൂർത്തിയാവുന്ന തരത്തിലുള്ള ഒരു പുനരധിവാസ പദ്ധതി ആയിരിക്കും ഇത് എന്നാണ്. അങ്ങനെയല്ല, ഇതൊരു ലോകോത്തര പുനരധിവാസ പദ്ധതിയായി തന്നെ മാറണം. അതുകൊണ്ട് തന്നെ ഒരു 10-30 ലക്ഷം രൂപ ഒരു വീടിന് ചെലവാകുന്ന തരത്തിലായിരിക്കുന്നതാണ്. ഈ പോയ സംഘടനകളിൽ പലർക്കും ആ സമയത്ത് നിരാശയുണ്ടായിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതുകൂടി കണ്ടെത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായും സംഘടനകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, സ്പോൺസർമാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ദുഷ്കരമായ ഒരു സാഹചര്യമായിരിക്കും. എന്നാലും പറ്റുന്നത് കൊടുക്കുക എന്ന മട്ടിലേക്ക് അവർ മാറി. പക്ഷേ DYFI 20 കോടി രൂപയാണ് കൊടുത്തത്. 20 കോടി രൂപ, അതായത് 100 വീടുകൾക്കുള്ള. അവർ പ്രഖ്യാപിച്ചത് 25 വീടുകളാണെങ്കിൽ ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്തബാധിതർക്കായി വയനാട് ടൗൺഷിപ്പിൽ പൂർത്തിയാകുന്ന വീടുകളിൽ ഈ പറയുന്ന 400 വീട്, അതായത് VD സതീശൻ പറഞ്ഞ കണക്കിൽ പെടുന്ന വീടുകളിൽ 100 വീട് DYFIയുടെ കണക്കിലുള്ളതാണ്. ആ വീടുകൾ DYFI നിർമ്മിച്ചു നൽകുന്നു.
യൂത്ത് കോൺഗ്രസ് അതിന് ഫണ്ട് പിരിക്കുക 20 കോടിയാണ് അവർ കൊടുത്തതെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിവ് തുടങ്ങിയ ഇപ്പോഴും അവ്യക്തമായ കണക്കുകളാണ്. നമുക്കറിയില്ല, എനിക്കിപ്പോഴും കൃത്യമായിട്ട് ഇത് അവർ 20 കോടി കൊടുത്തുകൊണ്ട് നമുക്ക് 20 കോടി എന്ന് പറയാനുണ്ട്. യൂത്ത് കോൺഗ്രസ് കൊടുത്തത് എത്രയാണ് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിൽ കണക്ക് കൂട്ടിയ ചില കണക്കുകൾ മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ എന്തെല്ലാം ഇന്നിപ്പോ വി ഡി സതീശൻ പറഞ്ഞതിന് സമാനമായ ഒരു പ്രയോഗം നടത്തിയ ആൾ ഷാഫി പറമ്പിലാണ്. എന്താണ് ഷാഫി പറമ്പിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് ഇന്ന് പറയാണ്, സർക്കാരിനോട് ചോദിച്ചാൽ ഞങ്ങൾ ഭൂമി, പക്ഷെ അവർ ഭൂമി ഞങ്ങൾക്ക് തരാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞു. എല്ലാവരും അപ്പോൾ അയ്യോ ഭൂമി കൊടുത്തിരുന്നെങ്കിൽ അവർ പണിതേനെ എന്നുള്ള മൂഡിലേക്ക് മാറുമ്പോഴേക്ക് അന്ന് തന്നെ റവന്യൂ മന്ത്രി രാജൻ മിനിസ്റ്റർ അന്നേരം തന്നെ അതിനെ ബ്ലോക്ക് ചെയ്തു. കാരണം എന്താണ്, എന്നാൽ ആ ഭൂമി ആവശ്യപ്പെട്ട കത്ത് കാണിക്കൂ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതായത് അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടില്ല, ഭൂമി ആവശ്യപ്പെട്ടിട്ടുമില്ല. ഭൂമി ആവശ്യപ്പെട്ടു, ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്, ഭൂമി ആവശ്യപ്പെട്ടത് തരാത്തത് കൊണ്ടാണ്, അത് 3 മാസം മുമ്പാണ് ഞങ്ങളോട് പറഞ്ഞത് എന്ന്. ഇത് 2024 തന്നെ ഭൂമി കിട്ടില്ല എന്നുള്ളത്, അതായത് സംഘടനകൾക്ക് ഭൂമി കിട്ടില്ല എന്നുള്ളത് ഈ സംഘടനകൾക്ക് വ്യക്തമായിട്ടുള്ള സംഗതിയാണ്. സ്വന്തം നിലയ്ക്ക് പോകുന്നവർക്ക് ഭൂമി കിട്ടില്ല എന്നുള്ളത്. കാരണം അവിടെ ഭൂമി സർക്കാരിന്റെ ഒരു ടൗൺഷിപ്പാണ് ഡിസൈൻ ചെയ്യുന്നത്. ആ ടൗൺഷിപ്പിന് ചില പ്രത്യേകതകളുണ്ട്. അവിടെ എന്താണ്, സർക്കാർ അവിടെ വേറെ ഒരു ഭൂമി കണ്ടെത്തി കൊടുക്കുന്ന തരത്തിലല്ല ഈ കാര്യങ്ങളെ കാണുന്നത്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. എന്താണ്, ബെനിഫിഷ്യറീസ് ആരാണെന്ന് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 450 ബെനിഫിഷ്യറീസ് ആണ്. അതിന്റെ കണക്ക് ഞാൻ പറയാം. അതായത് 450 ബെനിഫിഷ്യറീസിനെയാണ് അവർ ആ നിലയ്ക്ക് കണ്ടെത്തിയിരിക്കുന്നത്. ആ 450 ബെനിഫിഷ്യറീസിന് വേണ്ട ഭൂമി സർക്കാർ കണ്ടെത്തുന്നു, അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാകുന്നു എന്നുള്ള സങ്കല്പത്തിലേക്ക് സർക്കാർ വേഗത്തിൽ പോയി മുന്നോട്ട്. മറ്റു സൗകര്യങ്ങളും അതിനൊരു കാരണമുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ആരാണ്, സിദ്ധരാമയ്യ 100 വീടുകൾക്കുള്ള സഹായം സിദ്ധരാമയ്യ കൊടുത്തു കർണാടക സർക്കാർ. പക്ഷേ അത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് കൊടുത്തതാണ് എന്നത് പുതിയ അറിവാണ്. കാരണം അന്ന് സംഭവിച്ചത് എന്താണെന്ന് ഇപ്പം നമുക്ക് ഓർമ്മയുണ്ട്. എന്താണ്, സിദ്ധരാമയ്യ പ്രഖ്യാപിക്കുന്നു വീടുകൾ 100 വീട് കൊടുക്കുമെന്ന്. അതിനെ അഭിനന്ദിക്കുകയാണ് രാഹുൽ ഗാന്ധി അന്ന് ചെയ്തത്. അതെല്ലാവരും ഇപ്പൊ നമ്മൾ സനീഷും ഞാനും എല്ലാം അഭിനന്ദിക്കുന്ന വിഷയം തന്നെയാണ് തീർച്ചയായും ആ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നുള്ള കർണാടക സർക്കാരിന്റെ നിലപാട്. അപ്പോൾ അങ്ങനെ 100 വീടുകൾ കിട്ടി, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് കോൺഗ്രസിന്റെ വീടാണെന്ന് അവകാശപ്പെടുന്നതിനകത്ത് ഒരു ശരികേടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ സർക്കാർ പരിപാടിയിലേക്ക് പോകേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് കോൺഗ്രസ്സുകാർ കേരളത്തിൽ. അന്നത്തെ KPCC പ്രസിഡന്റ് അത് പറഞ്ഞതാണ്. ആ ഫണ്ട് മുഴുവൻ കൃത്യമായി കോൺഗ്രസിന്റെ ഫണ്ടിലേക്ക് വരിക, കോൺഗ്രസ് വീട് വേറെ നിർമ്മിച്ചു കൊടുക്കും, സർക്കാർ പറ്റിക്കും എന്നാണ് അന്ന് വ്യാപകമായി. അതെന്താണ്, CMDRF എന്നുള്ളത് ഇപ്പോ പിണറായി വിജയന്റെ ഫണ്ടല്ല. അത് CM എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയന്റെ ഫണ്ട് എന്ന മട്ടിലല്ലോ അത് പരിഗണിക്കേണ്ടത്. ഇതിനു മുമ്പ് CMDRF ഉമ്മൻചാണ്ടിയുടെ ആയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് ആരുടെ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പിണറായി വിജയന്റെ ആയിരിക്കും, ചിലപ്പം വേറൊരു മുഖ്യമന്ത്രിയുടേതായിരിക്കും, അതല്ലെങ്കിൽ VD സതീശന്റെ തന്നെ ആയിരിക്കും. അങ്ങനെ പോകുന്ന ഒരു ഫണ്ടിൽ ഒരു സംവിധാനമാണത്. അത് ആളുകളുടെ സഹായത്തിന്, ഏത് ദുരന്തത്തിലും ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു കരുതലാണ്. ആ കരുതലിനെ ഈ മട്ടിൽ കൈകാര്യം ചെയ്തത് തെറ്റാണെന്ന് നമ്മളെല്ലാവരും വിമർശിച്ചതാണ്. കാരണം എന്താണ്, ഇങ്ങനെ അത് മാത്രമല്ല, കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവർ പോലും ആ നിലയ്ക്കല്ല അതിനെ കണ്ടത്. അതുകൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തല CMDRFിലേക്ക് ഫണ്ട് കൊടുത്തത്. അപ്പോൾ അതിന്റെ ഒരു സാഹചര്യം അങ്ങനെ നിൽക്കുന്നു. ഇനി ഈ 450 വീടുകൾ വേണം എന്ന് കണ്ടെത്തിയതിനകത്ത് മുസ്ലിം ലീഗ് 100 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ കുറെ ആളുകൾ, അതായത് ഈ 450 വീടുകളിൽ ഉൾപ്പെടേണ്ടതില്ല, സർക്കാരിനോട് പൈസ തന്നേക്കെന്ന് പറഞ്ഞിട്ട് 15 ലക്ഷം രൂപ മേടിച്ച് അവിടെ നിന്ന് മറ്റ് സംഘടനകളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൽ വീടുകൾ കണ്ടെത്തും എന്ന്, അവിടുന്ന് വീടുകൾ കിട്ടും എന്നുള്ള മറ്റുള്ള ആളുകൾ മാറിപ്പോയി. അപ്പോൾ സർക്കാരിന് ആദ്യഘട്ടത്തിൽ പണിയേണ്ടി വന്നത് എന്താണ്, അതിൽ സർക്കാരിന് ആദ്യഘട്ടത്തിൽ 285 പേരെ സത്യത്തിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ആദ്യഘട്ടത്തിൽ. രണ്ടാമത് സെക്കൻഡ് അപ്പീൽ വന്നത് 49 പേരുടേതാണ്. അതിൽ ഒരാൾക്ക് വേറെ വീട് സ്ഥലമുണ്ടെന്ന് കണ്ടെത്തിയുകൊണ്ട് 48 പേർക്ക് കൂടി വീട് അനുവദിച്ചു. അങ്ങനെ ഈ 450 ബെനിഫിഷ്യറീസിൽ 325 പേർക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ടൗൺഷിപ്പിൽ വീട് മതി എന്ന നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇപ്പോ 3 വീട് ഈ പണം മേടിച്ച 15 ലക്ഷം രൂപ വാങ്ങി ലീഗിന്റെയോ മറ്റു സംഘടനകളുടെയോ ഒക്കെ വീടുകൾ ഏറ്റുവാങ്ങിക്കോളാം എന്ന് തീരുമാനിച്ച 3 പേര് ഇപ്പൊ തിരിച്ച് സർക്കാരിന് അപേക്ഷ കൊടുത്തു, ഞങ്ങൾക്ക് കൂടി ടൗൺഷിപ്പിൽ വീട് വേണമെന്ന്. സർക്കാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പോയ ബാക്കിയുള്ളവർ കൂടി ഒരുപക്ഷെ ഈ 100 ചില്ലുവാനും പേരാണ് അങ്ങനെ 104 പേരാണ് ഇതുവരെ അത് എയറിൽ നിൽക്കുന്നതേ ഉള്ളൂ, വീട് കിട്ടിയിട്ടില്ല പലർക്കും. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇത് സർക്കാരിന്റെ വീട് വേണം എന്നുള്ളത് ആവശ്യപ്പെടുന്നു. കൂടുതൽ പേർ ഇത് അപ്രൂവ് ആയാൽ ഒരുപക്ഷെ കൂടുതൽ പേർ ആ നിലയ്ക്ക് തിരികെ ഞങ്ങൾക്ക് ഈ സർക്കാരിന്റെ ടൗൺഷിപ്പിൽ തന്നെ വീട് വേണം എന്ന് ആവശ്യപ്പെടുന്നതാണ് കരുതുന്നത്. ഇനി അങ്ങനെ കരുതാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ, കൽപ്പറ്റ ടൗണിലെ ഏറ്റവും കണ്ണായ ഭാഗത്താണ് ഈ സർക്കാരിന്റെ ടൗൺഷിപ്പ് വരുന്നത്. ഇപ്പൊ ലീഗിന്റെ അടക്കം മറ്റു പല ടൗൺഷിപ്പുകളും അവിടെ നിന്ന് വളരെ വെളിയിലാണ്. ചിലർക്ക് വെളിയിൽ തന്നെ ആവശ്യമുള്ളവരുണ്ട് കേട്ടോ. 8 പേര് സർക്കാരിന്റെ ഈ പട്ടികയിൽ ഉൾപ്പെട്ട 8 പേര് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ ആദിവാസികളാണ്. വനത്തോട് ചേർന്നുള്ള പ്രദേശത്ത് വേണം അവർക്ക് വീട് എന്ന് ആവശ്യപ്പെട്ടു. അവർക്ക് വനത്തോട് ചേർന്ന പ്രദേശത്ത് വീട് വെച്ച് കൊടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. ആ നടപടികളിലേക്കാണ് പോയത്. ഇനി പ്രഖ്യാപിച്ച സംഘടനകൾ വേറെയുണ്ട്. അതായത് തമിഴ്നാട് ജമാഅത്ത് ഉലമ 14 വീട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ എന്താണ് പോലീസ് യൂണിയൻ 3 വീട് കൊടുത്തു, വർക്ക്ഷോപ്പ് യൂണിയൻ 6 വീട് കൊടുത്തു, ഫിലോകാലിയ വ്യക്തികൾക്ക് 10 വീട് കൈമാറി. ഇവരൊക്കെ പ്രഖ്യാപിച്ചത് കൈമാറിക്കഴിഞ്ഞവരാണ്. പക്ഷേ ഇവിടെ ലീഗിന്റേത് പണി നടക്കുന്നു എന്ന് പറയുന്നു. അപ്പുറത്ത് ഇത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയുമാണ്. എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്തത്, എവിടെയാണത് നിൽക്കുന്നതെന്നൊരു ധാരണയുമില്ല. അപ്പോ ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും തടി തപ്പാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കണക്കാണെന്ന് നമുക്കിത് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. കാരണം വി ഡി സതീശനെ പോലെ ഒരാൾ ഒരു കണക്ക് വെച്ച് ഈ നിലയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇത്തരത്തിലല്ല ആവശ്യത്തെ കാണേണ്ടത്. ഇതിനകത്തൊരു കാര്യം കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇടതു മുന്നണിക്ക് ഏറ്റവും രൂക്ഷമായി ആക്രമിക്കാൻ കഴിയുന്ന തരത്തിൽ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു സംഗതി തന്നെയാണിത്. സംശയമൊന്നുമില്ല. കാരണം വീട് പണിത് അന്ന് നടത്തിയ പ്രചണ്ഡമായ പ്രചാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം CMDRFിലേക്ക് ഫണ്ട് കൊടുക്കരുത്, അത് പറ്റിക്കും, വീട്ടിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു പിണറായി വിജയൻ എന്തോ വീട്ടിൽ കൊണ്ടുപോകുന്നുള്ള മട്ടിലാണ് അതിന്റെ പ്രചാരണം മുഴുവൻ നടന്നത്. പക്ഷെ സത്യത്തിൽ സംഭവിച്ചത് എന്താണ്? ആ ടൗൺഷിപ്പ് അവിടെ ഗംഭീരമായി നടക്കുന്നു. ആ ടൗൺഷിപ്പ് പൂർത്തിയാക്കുന്ന വെറുതെ ഒന്നുമല്ല. ഇപ്പൊ DYFI ഈ പൈസ കൊടുത്തു, അവിടെ അങ്ങ് അവസാനിപ്പിക്കുകയല്ല. DYFIയും ഊരാളുകളും സർക്കാരും ചേർന്നൊരു MOU ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഓരോ സംഘടനകളുമായിട്ട് ഈ സ്പോൺസേഴ്സുമായിട്ട് ആ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഫണ്ട് കൈമാറുകയും കൃത്യമായി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇനിയിപ്പോൾ വേണ്ടത് എന്താണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കണക്കിൽപ്പെട്ട ആളുകൾക്ക് ഏതാണ്ട് പൂർണ്ണമായും വീടുകളാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ, ഇനി ഒരു പരമാവധി 40 വീടുകൾ കൂടി മൊത്തത്തിൽ മതി. എനിക്ക് മനസ്സിലാവാത്ത കാര്യം 300 വീട് എന്ത് ചെയ്യും? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പണിതുകൊണ്ടിരിക്കുന്ന വീടുകൾ, ഈ പണിയൊന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന വീടുകൾ ആർക്ക് കൊടുക്കാനാണ്? ഏത് പട്ടികയിൽ എവിടെ നിന്നാണ് ആ ബെനിഫിഷ്യറീസിനെ കണ്ടെത്തിയിരിക്കുന്നത്? അതറിയണ്ടേ സർക്കാരിന്റെ. ഞാനിപ്പോ അവിടുത്തെ സ്പെഷ്യൽ ഓഫീസറെ മറ്റു പലരെയും വിളിച്ചു ചോദിച്ചു നോക്കിയപ്പോൾ ഒരാളുടെ കയ്യിലും അതേത് വീടാണ്, അതിന്റെ ആ ബെനിഫിഷ്യറീസിനെ ആരെവിടെ നിന്ന് കണ്ടെത്തിയെന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരറിവുമില്ല. സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് കൃത്യമായി ആ 450 പേര് അവിടെ വീട് നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ വീട്ടിലേക്ക് ആക്സസ് ഇല്ലാത്തവർ, അങ്ങനെ കാരണം അവിടെ ഭൂമി അല്ലാതെ നമ്മളെല്ലാവരും പോയി കണ്ടതാണ്, അത്ര വലിയ ദുരന്തമായിരുന്നല്ലോ. അപ്പോൾ വീട്ടിലേക്ക് കടക്കാൻ കഴിയാത്തവർ, അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്കെല്ലാം ഇത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ കൃത്യമായി ആ ദുരന്തത്തിൽ പെട്ട ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പോയ 104 ആളുകളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളവരാണ് കേട്ടോ, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ 3 പേര് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അവരിൽ പലരും ഇവരൊക്കെ വീട് കൊടുക്കുമെന്ന് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. ലീഗിന്റെ വീട് കിട്ടുമെന്നോ, കോൺഗ്രസിന്റെ വീട് കിട്ടുമെന്നോ, യൂത്ത് കോൺഗ്രസിന്റെ വീട് കിട്ടുമെന്നോ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. അവരെ യഥാർത്ഥത്തിൽ ഇത്രയും കാലം അത് പറ്റിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവർക്ക് വെച്ചു കൊടുക്കാൻ അതായത് ഓരോരുത്തരും വാശിക്ക് പ്രഖ്യാപിക്കരുത്. ഇപ്പൊ DYFI 20 കൊടുക്കാമെന്ന് പറഞ്ഞു, 25 കൊടുക്കും, എന്നാ ഞങ്ങൾ 30 കൊടുക്കും എന്ന മട്ടിൽ മെസ്സേജ് അത് മാത്രമാണ്. എന്നിട്ട് രാത്രി ഈ പറഞ്ഞ പ്രഖ്യാപിച്ചു പണിയുള്ള വർഷം ആ സമയത്ത് പോയിട്ട് ഇത് എങ്ങനെ വീടുണ്ടാക്കും, അതിനുള്ള പൈസ എങ്ങനെ ഉണ്ടാക്കും, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്ന് ആലോചിക്കേണ്ട ആള് വേറെ അദ്ദേഹത്തിന്റെ ഇതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കുഴപ്പങ്ങളിലായിരുന്നല്ലോ. അതാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണെങ്കിൽ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഈ കണക്ക് എന്ന് പറയുന്നത് ഒരു അബദ്ധക്കണക്കാണ്. അത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കണക്കാണെന്ന് വി ഡി സതീശൻ അവതരിപ്പിച്ചത് മാത്രമല്ല, ഇനി ദയവ് ചെയ്ത് ഈ വീടുകളെല്ലാം കൂടി അവിടെ കെട്ടിപ്പോക്കാൻ നിൽക്കരുത്, വയ്യാത്ത പണിക്ക് പോകരുത് എന്നുള്ളതാണ്. അതിന് പകരം എന്താ ചെയ്യേണ്ടത്? അവിടെ മറ്റ് സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ അതൊരുക്കാൻ വേണ്ട. ഇപ്പൊ വി ഡി സതീശൻ തന്നെ പറഞ്ഞു, അവിടെ ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നില്ല, അവരുടെ വീടിന്റെ വാടക കൊടുക്കുന്നില്ല, കറണ്ട് ചാർജ് കൊടുക്കുന്നില്ല. ഇതൊക്കെ വസ്തുതയാണെങ്കിൽ ആ കാര്യത്തിന് വല്ലതും കയ്യിലുള്ള ഫണ്ട് വിനിയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അനാവശ്യമായി കുറെ വീടുകൾ ആരാണ് ഈ ഗുണഭോക്താക്കളെന്നോ ആരാണ് ഈ വീടുകൾ വേണ്ടവർ എന്നോ കണ്ടെത്താതെ വീട് വെച്ച് കൊടുക്കാനുള്ള ശ്രമം നടത്തരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ല, അതിൽ വർഷം എന്തായാലും ഭയപ്പെടേണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ വർഷം പറഞ്ഞു. അതിൽ ഈ പറഞ്ഞ കാര്യത്തിലേ ഇവർ ആകെ 40 വീട് ആവശ്യമുള്ളൂ. അപ്പോൾ 300 വീട് എടുത്ത് കഴിഞ്ഞാൽ 260 വീടുകൾ ഇങ്ങനെ കാലിയായി പോകുമല്ലോ എന്ന് വർഷം എന്തായാലും ഭയപ്പെടേണ്ട. എയറിലുണ്ടാക്കുന്ന വീടുകൾ കൊണ്ട് അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നാട്ടുകാർക്കറിയാം, ഇത് വെറുതെ പറയുന്നതാണ്. ഇതിനകത്ത് ഒരു കാര്യം ഹർഷ ഈ പറയുന്നത് വളരെ വ്യക്തമാണ്. ഹർഷ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നാട്ടുകാർക്കെല്ലാം അറിയാം, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക്. ഇതിനകത്ത് ഒരു കാര്യമാണ് വി ഡി സതീശനും കോൺഗ്രസും ചെയ്യേണ്ടത്. അത് യൂത്ത് കോൺഗ്രസ്സുകാരെയും ലീഗിനെയും കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഒന്നിച്ചൊന്ന് വട്ടത്തിലിരുന്നിട്ട്, കഴിഞ്ഞ തവണ ലക്ഷ്യയിൽ അവിടെ വയനാട്ടിൽ ഇരുന്നപ്പോൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു. അവിടെ ഇരുന്നിട്ട് കൃത്യം എന്താണ് കാര്യം എന്നത് ഈ ധവളപത്രം പുറത്തിറക്കുക എന്ന് പറയില്ലേ, അതുപോലെ കൃത്യമായിട്ട് എഴുതിയിട്ട് ഒരു പേപ്പറിലാക്കിയിട്ട് ഇത്ര വീടാണുള്ള പൈസയാണ് ഞങ്ങൾ പിരിച്ചിരിക്കുന്നത്, ഇത്ര വീടാണുള്ളത്, ഇതിങ്ങനെയാണ് നടപ്പാക്കുക, ഇത് ഇന്നേ ആളുകളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ധവളപത്രം പോലെ ഒരു പേപ്പർ ഇവർ പുറത്തിറങ്ങണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇങ്ങനെ കൃത്യമായിട്ട് ഇതാണ് എന്ന് പറയുന്നത് എഴുതിയിട്ടൊരു പേപ്പർ ഇവർ വോട്ട് ചോദിക്കാൻ പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഇറക്കണം. കൃത്യമായിട്ട് ഇറക്കിയിട്ട് വി ഡി സതീശനും സണ്ണി വക്കീലും ആരൊക്കെയാണോ ഒപ്പിടേണ്ടത് എല്ലാവരും ഒപ്പിട്ടിട്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഇത് വെക്കണം. എന്നിട്ട് അവരതിനെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് എന്ന കാര്യം ജനങ്ങൾക്ക് ബോധ്യമുണ്ടായി കൊടുക്കണം. അത് ചെയ്യുകയാണ് അത് വേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ എന്താ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അതായത്
സംസ്ഥാനം 3.25 കോടി ജനതയുള്ള ഈ കേരളം വലിയ സംസ്ഥാനം ഭരിക്കാൻ വേണ്ടി പോകുന്ന ആളുകളാണ് ഇവർ എന്നാണല്ലോ പറയുന്നത്. അതായത് ഒരു 2 ടേമിന് മുമ്പ് കോൺഗ്രസ് പാർട്ടി ഇവിടെ കേരളം ഭരിച്ചിരുന്നു. കേരളം കോൺഗ്രസ് കൂടെ ഭരിച്ചിട്ട് കുറേയേറെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറേയേറെ കാര്യങ്ങൾ ഇതുപോലെയൊക്കെ എയറിൽ ഉണ്ടാക്കി കണക്ക് കൂട്ടിയിട്ട് ആ വായുവിൽ കണക്ക് കൂട്ടുന്ന ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഭരിക്കാൻ പോവുകയാണ് ഞങ്ങൾ എന്ന ആത്മവിശ്വാസം അവർക്കുണ്ടെങ്കിൽ ഇങ്ങനെയാകരുത്. അപ്പോൾ ജനം വിചാരിക്കില്ല ഇത്രമേൽ പ്രധാനപ്പെട്ട ഗൗരവതരമായിട്ടുള്ള ലോകം ശ്രദ്ധിച്ച ഒരു സംഭവത്തിന് ശേഷം ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ട് ഈ കാര്യത്തിൽ വൃത്തിയായിട്ടൊരു സംഗതി ഒരു കൺക്ലൂഷൻ ഉണ്ടായി വന്നില്ലല്ലോ എന്ന് ജനം വിചാരിക്കില്ലേ? അപ്പോൾ ഇതുപോലുള്ള അത് സ്വാഭാവികമായിട്ട് ഇവരാണോ ഇനി രാജ്യം സംസ്ഥാനം ഭരിക്കാൻ പോകുന്നത് എന്ന സ്വാഭാവികമായിട്ടുള്ള സംശയം വരില്ലേ? ഇതിപ്പോൾ വി.ഡി. സതീശൻ തന്നെ ഒരു കണക്കങ്ങോട്ട് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു ഈ രാഷ്ട്രീയക്കാരുടെ സ്ഥിരം പരിപാടിയാണ് ഈ പരത്തല്. ആകപ്പാടെ നമ്പർ 100, 50, 200, 300 രാഹുൽ ഗാന്ധി കർണാടക സർക്കാർ യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞൊരു പുകയം കിട്ടു കഴിഞ്ഞാൽ ആളുകൾ പിന്നെ അതങ്ങ് മറന്നു കളയും. പിന്നെ 1-2 വീടുണ്ടായി കൊടുത്ത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കൊടുത്തല്ലോ ഇവർ എന്ന തോന്നലെത്തുമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ വി.ഡി. സതീശൻ അറിയാം, ഇന്റലിജന്റ് ആയിട്ടുള്ള ആളായതുകൊണ്ട് വി.ഡി. സതീശൻ അറിയാം ഇക്കാര്യത്തിൽ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു കുഴപ്പം നമ്മുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് ചൂടാവുന്നത്. ഞാൻ വിചാരിക്കുന്നത് എന്തിനാണ് അവിടെ എങ്ങനെ ഇരിക്കുന്ന എം.പി. നികേഷ് കുമാറിനെ വിളിച്ച് ഇന്ന് പുറത്തേക്ക് കൊണ്ടുവിട്ടിരിക്കുന്നത്? എം.പി. നികേഷ് കുമാറിന്റെ പണി ഈ സോഷ്യൽ മീഡിയ കാര്യമാണല്ലോ. കാർഡ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പണിയാണല്ലോ. സ്വാഭാവികമായിട്ടും 10 കാർഡ് എനിക്കെതിരെ അടിച്ചിറക്കുന്നു. ഈ ഹർഷൻ ഇപ്പോൾ പറഞ്ഞ് വിശദമാക്കിയതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കുറേ കണക്ക് വെച്ചിട്ട് എം.പി. നികേഷ് കുമാർ ആ കാർഡ് ഉണ്ടാക്കിയില്ലല്ലേ പ്രശ്നം. ഇതിപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ വി.ഡി. സതീശനെതിരെ ഭയങ്കരമായ സോഷ്യൽ മീഡിയ ആക്രമണം ഉണ്ടായി. അദ്ദേഹം ഈ പരാതിയുമായിട്ട് ആദ്യം വന്ന പെൺകുട്ടി കേക്ക് മുറിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന വി.ഡി. സതീശൻ എൻ്റെ പിതാവിനെ പോലെയാണ്, എൻ്റെ അച്ഛനെ പോലെയാണ് വി.ഡി. സതീശൻ എന്ന് ആ പെൺകുട്ടി വളരെ ആദരവോടുകൂടി പറഞ്ഞതിനെയും ചേർത്ത് വെച്ചിട്ട് കേക്കച്ചൻ എന്ന് പേരുണ്ടാക്കിയിട്ട് അങ്ങേയറ്റം അപമാനകരമായ രീതിയിൽ ഇദ്ദേഹത്തെ ഒരുപാട് ആളുകൾ അപമാനിച്ചു അല്ലേ? കോൺഗ്രസ്സുകാർ തന്നെ അപമാനിച്ചു. കോൺഗ്രസിന് അനുകൂലമായിട്ട് സോഷ്യൽ മീഡിയ ജോലി ചെയ്യുന്ന എത്രയോ യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയക്കാരും കാർഡും മറ്റും ഇറക്കിയിട്ട് അങ്ങേയറ്റം മോശമായ രീതിയിൽ ഒട്ടും അർഹിക്കാത്ത വിധം വി.ഡി. സതീശൻ പോലൊരു വലിയ നേതാവിനെ അപമാനിച്ചു. ഒരു വരി വി.ഡി. സതീശൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്നെ ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ വി.ഡി. സതീശന്റെ രാഷ്ട്രീയ എതിരാളിയാണ് എം.പി. നികേഷ് കുമാർ. അയാളെ ആ പണി ഏൽപ്പിച്ചിരിക്കുകയാണ് CPIM എന്ന രാഷ്ട്രീയ പാർട്ടി. AK സെന്ററിൽ ഒരു മുറി കൊടുത്തിട്ട് നിങ്ങൾ അവിടെ ഇരിക്കൂ, അവിടെ ഇരുന്നിട്ട് 10 കാർഡ് അടിച്ചിറക്കൂ ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പണി ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ടീം അവിടെ ചെയ്തിരിക്കുമ്പോൾ ഇപ്പൊ അദ്ദേഹത്തിനെതിരെ വന്നിട്ട് ഞാൻ പേര് പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് പറയാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മറ്റത് എന്നെ തൊടാതെ പോയിക്കോളും എന്ന് വി.ഡി. സതീശൻ അറിയാം. ഇത് എന്നെ എത്ര വലിയ ആക്ഷേപം പറഞ്ഞാലും ഞാൻ എൻ്റെ സ്ഥൈര്യത്തിൽ നിൽക്കും എന്ന് വി.ഡി. സതീശൻ പരിപാടി പറഞ്ഞു. എനിക്ക് പേടിയേയില്ല, എന്നെ എത്ര വേണം അപമാനിച്ചോട്ടെ, എനിക്ക് എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞു. കാരണം അതിൽ ആ ആശയദാർഢ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പോസിറ്റീവായുള്ള നിലപാടാണ് സ്വീകരിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ശരിയായ നിലപാടിന്റെ കൂടിയായിരുന്നു. അതുകൊണ്ട് ആരെന്ത് ചീത്ത വിളിച്ചാൽ എന്താണ്? പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് അപമാനകരമായ വിധം അദ്ദേഹത്തിന്റെ ഭാഗത്ത് കുഴപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ കണക്കുകൾ തെറ്റി. അദ്ദേഹം വീടുണ്ടാക്കുന്ന എയറിൽ വീടുണ്ടായി കഴിഞ്ഞാൽ ആർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നാളെ 400 ഉണ്ട്? അപ്പോൾ ഈ തെറ്റ് ചെയ്യുന്നു എന്ന കുറ്റബോധം കൊണ്ടാണ് അദ്ദേഹം അവിടെ അങ്ങനെ ഇരിക്കുന്ന എം.പി. നികേഷ് കുമാറിനെ വലിച്ച് താഴെ കൊണ്ടുവന്നിരുന്നത്. അപ്പൊ നികേഷാണെ പറയുന്നത് ഞാനിതാ പനിച്ച് വീട്ടിലിരിക്കുകയാണ് പേടിച്ചിട്ട്. ഇതായത് ഈ മാധ്യമപ്രവർത്തകർക്ക് വേറെ ഉപചോദ്യങ്ങളുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ഒരു കണക്കിങ്ങനെ വയനാട്ടിലെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഈ കണക്ക് അവതരിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഏത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഈ കണക്ക് അവതരിപ്പിച്ചാൽ ഉപചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. എത്ര പൈസയാണ് നിങ്ങൾ പിരിച്ചിട്ടുള്ളത്, എത്ര വീടാണ് നിങ്ങൾ നിർമ്മിച്ചു നൽകാൻ മൊത്തത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്, എവിടെയാണ് ഭൂമി, ഈ പ്രശ്നമില്ലാത്ത ഭൂമി നിങ്ങൾ എവിടെയാണ് കണ്ടെത്തിയിട്ടുള്ളത്, ഇങ്ങനെ സ്വാഭാവികമായും ഇവർ വിശദീകരിക്കേണ്ട കുറെ വിഷയങ്ങളുണ്ട്. ഇതൊന്നും വിശദീകരിക്കില്ല. എനിക്ക് ആ ടി സിദ്ദിഖിന്റെ അവസ്ഥ കാണുമ്പോൾ വലിയ സങ്കടമാണ്. കാരണം അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ, ടി സിദ്ദിഖ് അവിടെ ദുരന്തമുണ്ടായ സമയത്ത് നമ്മളെല്ലാം കണ്ടതല്ലേ പക്ഷേ ആദ്യം നിന്ന് പണിയെടുത്ത ഒരാളാണ്. ആ കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല. ഇപ്പൊ അദ്ദേഹം വയനാട്ടിൽ നിൽക്കുന്ന നേതാവാണ്, അവിടുത്തെ MLA ആണ്. അദ്ദേഹം ദിവസവും ഇതിനെ ന്യായീകരിക്കാൻ നടക്കുക. അദ്ദേഹം വരുത്തി വെച്ച പുകിലൊന്നും അല്ല ഇത്. അപ്പൊ എന്നിട്ട് ഇദ്ദേഹം തന്നെ മറുപടി പറയേണ്ടി വരികയാണ്. അദ്ദേഹം പറയാം നാളെ കല്ലിടും, മറ്റന്നാൾ കല്ലിടും, അടുത്ത ആഴ്ച കല്ലിടും, അടുത്തതിന്റെ പിന്നത്തെ ആഴ്ച കല്ലിടും, ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം, കാരണം അദ്ദേഹം എടുത്ത പണി നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ കല്ലിടുന്ന കഥ പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ട അവസ്ഥ. ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഇതൊരു വലിയ കുഴപ്പമാണ്. ഈ കുഴപ്പത്തിന്റെ പ്രതികളിൽ നമ്പർ 1 സ്ഥാനത്തുള്ള ഒരാള് ഈ രാഹുൽ മാങ്കൂട്ടാണ് കേട്ടോ. അയാൾ ചെയ്ത മറ്റു പല കുഴപ്പങ്ങളെ പോലെ തന്നെ വളരെ വലിയൊരു കുഴപ്പമാണ് അയാൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാന ഭാഗത്തേക്ക് പോകാം. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി കോടിക്കണക്കിന് രൂപ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പിരിച്ചുവെന്ന് അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. 1.5 വർഷം കഴിഞ്ഞെങ്കിലും പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ഒരു വീട് പോലും ഉയർന്നില്ല. പിരിച്ച പണം എവിടെ എന്ന ചോദ്യം കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വം ഇടതടവില്ലാതെ നേരിടുകയാണ്. കൃത്യമായൊരു മറുപടിയില്ല. ഞങ്ങൾ ഇന്ന് തുടങ്ങും, നാളെ തുടങ്ങും എന്ന പതിവ് പല്ലവി. അപ്പോഴാണ് എല്ലാവരെയും മണ്ടന്മാരാക്കി കളയാം എന്ന വിധം ഇന്ന് പ്രതിപക്ഷ നേതാവ് വിശദീകരണ കണക്കുമായി വന്നത്. പാർട്ടി തന്നെ മുമ്പ് പറഞ്ഞ കണക്കുമായി പോലും സതീശൻ ഇന്ന് പറഞ്ഞ കണക്ക് ഒത്തുപോകില്ല. 20 സെക്കൻഡിൽ 300 വീടുകൾ എന്ന ട്രോളോടെ സോഷ്യൽ മീഡിയയിലും സതീശന്റെ ഈ കണക്ക് നിറഞ്ഞോടുകയാണ്.